ബിബ്ലിക്കൽ സൈറ്റായ കൊരിന്തിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രാചീന കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. പൗലോസിന്റെ കാലത്ത് കൊരിന്ത് ലോകവ്യാപകമായ വ്യാപാരത്തിന്റെയും ധാർമ്മിക അധപ്പതനത്തിന്റെയും വിഗ്രഹാരാധനയുടെയും തിരക്കേറിയ ഒരു കേന്ദ്രം ആയിരുന്നു. പ്രാചീന ഗ്രീസിലെ പ്രമുഖ പട്ടണമായിരുന്ന കൊരിന്ത് അഖായ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു. പെലപ്പോനിസസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഭൂവിഭാഗത്തെ ഉത്തര ഗ്രീസുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു കടലിടുക്കിലായിരുന്നു ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. ആ നിലയിൽ ഈ നഗരത്തെ നാം കാണുമ്പോൾ വളരെ വിശാലമായ ഒരു സംസ്കൃതിയുടെ അവശിഷ്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അസാൻമാർഗീയതയുടെ പര്യായമായ കൊരിന്ത് സാംസ്കാരികമായി ഉയർന്ന നിലവാരം അന്ന് പുലർത്തിയിരുന്നു. ഹെഡ് കവർ എന്ന കൺസെപ്റ്റ് കൊരിന്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ഒരു ഗൈഡ് വിശദീകരിച്ചു. അവിടെയുള്ള ആഫ്രോഡൈറ്റിയുടെ ദേവാലയത്തിൽ 1000-ൽ അധികം ദേവദാസികൾ ഉണ്ടായിരുന്നു. ആ സമൂഹത്തിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് അവിടെയുള്ള ഏജന്റ് പൊതുനിരത്തുകളിൽ നിന്നും റിക്രൂട്ട്മെന്റിന് ഉപയോഗിച്ചിരുന്നു. കുലീന സ്ത്രീകൾ വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ തല കവർ ചെയ്തായിരുന്നു ഇറങ്ങിയിരുന്നത്. തല കവർ ചെയ്തിരുന്ന സ്ത്രീകളെ ഈ ഏജന്റുമാർ റിക്രൂട്ട്മെന്റ് റിക്വസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതായിട്ടും ഗൈഡ് നമ്മോട് വിശദീകരിച്ചു. പല പഠന ഗ്രൂപ്പുകളും ഇവിടെ വന്നിരുന്ന് ദൈവവചനം വിശാലമായി പഠിക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, അനേക അവശിഷ്ടങ്ങൾ, അന്നത്തെ നിർമ്മിതിയുടെയും കൊത്തുപണികളുടെയും പട്ടണത്തിൻ്റെയൊക്കെ അവശിഷ്ടം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലം എന്നുള്ള നിലയിൽ ഇത് പ്രത്യേകമായി പ്രിസർവ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന പ്രബോധനം പൗലോസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ആ നിലയിൽ അവിടെ ഒരു ന്യായാസനം അന്ന് ഉപയോഗിച്ചിരുന്ന ന്യായാസനം കാണുവാൻ ഇടയായി തീർന്നു. അവിടെയുള്ള എല്ലാ പട്ടണങ്ങളിലും ഇത്തരം ന്യായാസനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ഭീമ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതും നമുക്കറിയാം. ആ കാണുന്നതാണ് ന്യായാസനം അല്ലെങ്കിൽ ഭീമ എന്ന് പറയുന്നത്. ആ നിലയിൽ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടാകുന്ന ഭയാനകമായ ഗൗരവമായ നിർദ്ദേശം പൗലോസ് തരുന്നത് ഈ ന്യായാസനത്തെ തന്റെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതും ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആ ഭീമയുടെ മുമ്പിൽ അല്ലെങ്കിൽ ന്യായാസനത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് കയറി ചുറ്റുപാടുള്ള പ്രദേശം കാണുവാൻ ഇടയായി തീർന്നു. അന്ന് ഇത്തരം ന്യായാസനത്തിന് മുമ്പാകെ ജനമെല്ലാം കൂടി നിൽക്കുകയും ന്യായാധിപൻ അതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് വിധി നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുൻപിൽ കാണുന്ന വലിയ പാറക്കെട്ട് അവര് സ്വയരക്ഷയ്ക്ക് വേണ്ടി, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആ പാറ ഉപയോഗിച്ചിരുന്നു, അതിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുവാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ഗൈഡ് നമ്മെ വിശദീകരിച്ചു തന്നെ. മനോഹരമായ ഒരു കാഴ്ച അനുഭവമായിരുന്നു കൊരിന്ത് പട്ടണം തന്നത്.